ബാബരി മസ്ജിദ് വിളിച്ചത് BJP ആണെന്ന് ചോദിക്കുന്ന ഈ ചർച്ചകളോട് ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഇപ്പൊ ഒരു മാറ്റം വന്നു? അവര് പറയുന്നു അത് മുന്നേ നടന്ന കാര്യം സംഭവമല്ലേ, കോൺഗ്രസിന്റെ ഭരണത്തിൽ വിളിച്ചത് ചെറിയൊരു മാറ്റം വന്നെങ്കിൽ കോൺഗ്രസിലേക്ക് മുന്നേ പറഞ്ഞിട്ട് അവർക്കത് അറിയേയില്ല. ഇപ്പൊ പറഞ്ഞത് ഞങ്ങളുടെ ഭരണത്തിൽ പൊളിച്ചത് സത്യമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഏത് സ്കൂളിൽ ഒരു DO വന്നു, ഇൻസ്പെക്ഷൻ സ്കൂളിൽ DO വന്നു, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് എണീറ്റിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് DO ചോദിച്ചു, രാമായണത്തില് ജനകന്റെ വില്ല് ഓടിച്ചത് ആരാണ് എന്ന് കുട്ടിയോട് ചോദിച്ചതാ. DO ഒപ്പം വെച്ചുകൊണ്ട് കൂടെ മാഷിന്റെ ക്ലാസ് ടീച്ചർ എല്ലാവരും ഉണ്ട്. ഈ കുട്ടി പറഞ്ഞത് ജനകന്റെ വില്ല് ഓടിച്ചത് ഹനുമാൻ, ഹനുമാനാണ് വില്ല് ഓടിച്ചത്. ഓഫീസ് റൂമിലേക്ക് പോയിരുന്നു, വരുന്നു, ക്ലാസ് ടീച്ചർ വരുന്നു, DOനോട് ചോദിക്കുന്നു, കുട്ടി പറഞ്ഞ ഉത്തരം തെറ്റല്ലേ, വില്ല് ഓടിച്ചത് രാമനല്ലേ, രാമായണത്തിൽ ജനകന്റെ വില്ല് ഓടിച്ചത് രാമനല്ലേ. അപ്പൊ ഈ കുട്ടി പറഞ്ഞതിന് നിങ്ങളൊന്ന് മുള്ളിലേക്കും ചെയ്യണ്ടേ, അടിക്കണ്ട, ഒന്ന് ശാസിക്കുകയും ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോ DO പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇങ്ങൾക്ക് അറിയാം സാർ, മാഷ നിങ്ങൾ സൈന്യം പറഞ്ഞല്ലേ സ്കൂളിൽ ഇൻചാർജ് വരുന്നത്? മാഷ പറഞ്ഞു അതെ, ഞാൻ 2 കൊല്ലം മുന്നേ ഇതേ സ്കൂളിലേക്ക് വന്നിരുന്നു DOIP ഇൻസ്പെക്ഷന്. ഇതേ കുട്ടിയെ ഞാൻ എണീറ്റിരുന്ന് ചോദിച്ചു, ഈ ജനകന്റെ വില്ല് ഓടിച്ച വ്യക്തി രാമായണത്തിൽ ആരാണെന്ന്. ആ കുട്ടി എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ വാപ്പാന്റെ വാപ്പാണ് നായിന്റെ മോനെന്നാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒരു മാറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ, രാമായണത്തിൽ അഥവാ കിതാബിൽ ഒരു പേരല്ലേ പറഞ്ഞിരിക്കണം, അനുമാനിക്കുന്നത് വേറൊന്നും പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ കോൺഗ്രസ്സുകാര് ഏകദേശം മാറ്റം വന്നു. എന്താ, ബാബരി മസ്ജിദ് വിളിച്ചത് അവരുടെ ഭരണത്തിലേക്ക് സമ്മതിച്ചിട്ടുണ്ട്. വലിയൊരു കാര്യം അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ചാല് അവരത് സമ്മതിച്ചല്ലോ. പിന്നെ ഞാൻ ചെയ്ത അതല്ലെങ്കിൽ ജയശീലൻ ചെയ്ത ഏറ്റവും വലിയ ഒരു തെറ്റെന്താണെന്നറിയോ? ഒരു മുസ്ലിം യുവതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പിരിവിന് സഹായിച്ചു. കാരണം എന്റെ നാട്ടിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, ചെടിപാടിയില്ല താമസം, പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് എത്തിയോണ്ട് ഒരു ഭാഗം അങ്ങനെ. ഈ കുട്ടീനെ മൗലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് 20 ലക്ഷം രൂപയോളം ആവശ്യമുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ദേവസ്വരം പഞ്ചായത്തിലും ஒண்ணு மைக் அந்த பக்கமே போடு, ஒண்ணு இங்க நிறுத்தி போட்டுட்டு இருக்கிற. അല്ല അതൊന്നും മൈൻഡാക്കണ്ട, നമ്മളെ നാട്ടിൽ നിന്നേക്കാൾ അപ്പുറത്തേക്കൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും മെത്തലിക്കില്ല വോട്ടൊന്നും മുടങ്ങൂലട്ടോ. ദ്രാവിഡം കൊണ്ട് പഴയ പണിക്കുന്ന പോകേണ്ടി വരും. വോട്ടൊന്ന് തേച്ച് വെക്കണം, നല്ലതാണ് വക്കീൽ പണിക്ക്. അല്ലാണ്ട് നിയമസഭയിലേക്ക് എന്തായാലും നമ്മൾ പറഞ്ഞേക്കൂല, നമ്മളെ നാട്ടുകാർ പറഞ്ഞേക്കോ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് കൊണ്ടുപോയി കേൾക്കാൻ പറയും ഓരോട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളെ നാട്ടിലത്തെ ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു, നമ്മളെ ജയശീലൻ എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങി സഹായം ചെയ്തു. ഇത് ഇവർക്ക് വലിയ വിഷയം. എന്താണെന്നറിയോ സംഭവിച്ചത്? ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറയണം, കാരണം ഇത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. നടന്ന സംഭവം, കള്ളം പറഞ്ഞു പോകല്ലോ. ജയശീലൻ ഇറങ്ങി ഈ കുട്ടീനെ സഹായിച്ചു, പിരിവ് നടത്താൻ സഹായിച്ചു. റോട്ടിലിറങ്ങി ഞങ്ങളെ നാട്ടിലെ ജനങ്ങളെ കൂടെ, കുഞ്ഞു മക്കളെ കൂടെ ബക്കറ്റ് എടുത്ത് പിരിവെടുത്തു, വേണ്ട രീതിയിലൊക്കെ ഇടപെട്ട് സഹായിച്ചു. നമ്മളെ പ്രിയപ്പെട്ട ദ്രാവിഡമണി ചെന്നിട്ടുണ്ടെന്നറിയോ? ഇതേ വ്യക്തി 10 വർഷക്കാലം നമ്മളെ നാട്ടിൽ MLA എന്ന് പറഞ്ഞ് ബോർഡും വെച്ച് വിലസി നടന്ന വ്യക്തിയാ. ഈ വ്യക്തി അതേ റോട്ടിൽ കൂടെ വരുന്നു, ഞങ്ങളെ കാണുന്നു, വണ്ടി നിർത്തുന്നു, എന്താ വിഷയം ചോദിക്കുന്നു. ഞങ്ങൾ പിന്നെയും എടുത്തു പറയാം, കാരണം 1 മാസക്കാലത്തോളം ഇത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അങ്ങനെ സ്പ്രെഡായി കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. ഈ കുട്ടിക്ക് വേണ്ടി നാനാ ഭാഗത്ത് ജാതി മത ഭേദമില്ല. അമ്പല കമ്മിറ്റിക്കാർ ഒരു റോട്ടിൽ കൂടെ അമ്പല കമ്മിറ്റി, മറ്റേ ഭാഗത്ത് ചർച്ച് കമ്മിറ്റി, ഇത് മുസ്ലിം സമുദായത്തിന്റെ മഹിള കമ്മിറ്റി, ആ നാട്ടിലത്തെ മുഴുവൻ ജനങ്ങളും ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ഒന്നും അറിയാത്ത പോലെ ഞങ്ങളെ മുന്നിൽ വന്ന് പെട്ടുകുടുങ്ങിയതാ സത്യം. എന്താന്ന് വെച്ചാൽ നേരെ വണ്ടിയിട്ട് വരുന്നു, ഇറങ്ങുന്നു, ചോദിക്കുക വിഷയം. അപ്പോഴും ഞങ്ങൾ മര്യാദ പൂർവ്വം പറഞ്ഞു, ഇന്ന മാതിരിയ വിഷയം ഇതാണ്. ആ വ്യക്തി പറഞ്ഞത് ഞാന് സീറ്റ് ചോദിച്ചിട്ടുണ്ട്, എന്നെ കാൻഡിഡേറ്റ് ആയിട്ട് അറിയിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ന്യൂനപക്ഷത്തിന് വേണ്ടി, ഇസ്ലാം മതത്തിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ 25 ശൈത്താന്മാരെ കൂട്ടുപിടിച്ച് ഇന്ന് ഭരണം എങ്ങനെയെങ്കിലും പിടിക്കണം എന്ന് ഒരേ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ദ്രാവിഡമണി ചെയ്ത കാര്യം. ഒരു മുസ്ലിം കുട്ടിയാണല്ലോ, അവരാണ് ഇപ്പൊ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഏതെങ്കിലും റോളിലില്ല. കാരണം ഈ മൈക്ക് പിടിച്ച് സംസാരിക്കുന്ന മുഹമ്മദ് ഷാജി മുസ്ലിം അല്ലട്ടോ. അവരുടെ നാട്ടിൽ മുസ്ലിം അല്ല, ഈ നിൽക്കുന്ന മുജീബ് റഹ്മാൻ മുസ്ലിം അല്ല, നസറുദ്ദീൻ മുസ്ലിം അല്ല, മൊയ്തീൻ താലൂക്ക് സെക്രട്ടറി മുസ്ലിം അല്ല. എന്നാൽ ഈ DMK-കാരോട് ചോദിക്കണമെങ്കിൽ നിങ്ങളെ പാർട്ടിയിൽ എത്ര മുസ്ലിങ്ങൾക്ക്? നമ്മുടെ ശ്രീകുട്ടി റഹ്മത്തുള്ള, നമ്മുടെ പ്രിയപ്പെട്ട റഹ്മത്തുള്ള
പിന്നെ മുസ്ലിം അങ്ങനെ ഒരുപാട് ഇരിക്കട്ടെ കേട്ടോ, പിന്നെ ഉസ്മാൻ കാക്കടക്കം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ DMK എന്ന് പറയുന്ന പാർട്ടിയിൽ എത്ര പേര് മുസ്ലിങ്ങൾ നിങ്ങളെ പാർട്ടി പോസ്റ്റിങ്ങിലുണ്ട്? ഉണ്ടായിരുന്നു. വർഗീയത ഇല്ലെങ്കിൽ DMK ഗവൺമെന്റിന്, ഈ പറയപ്പെട്ട സ്റ്റാലിന് വർഗീയത ഇല്ലെങ്കിൽ ഇന്ന് മാവട്ട ചേനാളായിട്ട് മുബാറക്ക് തുടർന്നിട്ടുണ്ടാകും. എന്തുകൊണ്ട് മാറ്റി? ഗൂഡല്ലൂരിന്റെ താലൂക്ക് സെക്രട്ടറി ലിയാഖത്ത് മുസ്ലിം നാമധാരി ഏകദേശം അവർ ഗവൺമെന്റിലേക്ക് വന്ന ഉടനെ തന്നെ മാറ്റി. അപ്പൊ ആ വർഗീയത DMKക്കാണോ അല്ല ഈ മുഹമ്മദ് ഷാജിയും സയ്യിദ് അനൂർഖാനും ഈ നിൽക്കുന്ന മുജീബും റഹ്മത്തുള്ളയും ഈ മൊയ്തീനും ഒക്കെ നിൽക്കുന്ന ADMKക്കാണോ എന്നുള്ളത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ചിന്തിക്കണം. അതൊരു ഭാഗം നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പെൺകുട്ടിക്ക് വേണ്ടി ഭീമ നടത്തുമ്പോ എന്റെ മുന്നിൽ കടന്നു വന്ന ദ്രാവിഡമണി പറഞ്ഞതില്ല, എന്നെ കാൻഡിഡേറ്റ് ആയിട്ടാൽ അറിയിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാമെന്ന്. ഞാൻ പറയുന്നത് കൂടുതൽ ലക്ഷം കൊടുക്കണ്ട, 10,000 ഉറുപ്പി കൊടുക്കുന്നില്ല. ഒരുപാട് വിളിച്ചു പറയുന്നില്ല. ഞാൻ പറയുന്നത് ഒരു 100 നോട്ട്, ആ 100 ഈ യുവതിക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ. നമ്മളൊക്കെ മുന്നിൽ, ഈ മുസ്ലിങ്ങളൊക്കെ മുന്നിൽ വോട്ട് ക്ലാസും കയറ്റിപ്പോയ അവനെതിരെ ഞാൻ ശബ്ദിക്കും, സംസാരിക്കും. മുസ്ലിങ്ങളോട് കാരണം ഞാൻ പറയാൻ കാരണം, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഓവാലി പഞ്ചായത്തില് പഞ്ചായത്ത് ഓഫീസും പോലീസ് സ്റ്റേഷനും ഒക്കെ ബാറോഡ് പഞ്ചായത്തിലാണ്. അതിന്റെ തൊട്ടടുത്തൊരു മുസ്ലിം മഹലുണ്ട്, നിയോപ്പ് എന്ന് പറയും. വളരെ പാവങ്ങൾ താമസിക്കുന്ന മഹല. എസ്റ്റേറ്റ് മഞ്ചേശ്വരി പ്ലാന്റേഷനിലേക്കാണ് ജോലി ചെയ്യുന്നത്. 1970 കാലഘട്ടത്തിൽ കെട്ടപ്പെട്ട ഒരു പള്ളിയാണ് അവിടെ ഉള്ളത്, മുസ്ലിം പള്ളി. ഇന്നും ജുമാ നിസ്കാരം നിർവഹിക്കുന്ന ഓവേലി പഞ്ചായത്തിലെ ഏറ്റവും പഴമയായ നിയോപ്പ് മഹല്. കുറെ ദിവസങ്ങൾക്ക് മുന്നേ, മാസങ്ങൾക്ക് മുന്നേ ഒരു സംഭവം നടന്നു. ആനയുടെ വലിയ ശല്യം അതൊക്കെ കാണുമല്ലേ? ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ ഓവാലി പഞ്ചായത്തിൽപ്പെട്ട ആൾക്കാർ ആന പിടിച്ച് മരിച്ചിട്ടുള്ളത്. ഈ പറയുന്ന നിയോപ്പുമായി ആന വന്ന് പള്ളിയുടെ ജനലും വാതിലൊക്കെ അടിച്ചു പൊട്ടിച്ചു. ഉള്ളിലുണ്ടായിരുന്ന ആകെ ഒരു ഉസ്താദ്, ഒരു മൂല്യർ ആകെ ഉള്ളിലുണ്ടായിരുന്നു. ഇറങ്ങി ഓടാൻ ഇയാൾക്ക് പറ്റൂല. വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് ഒരു വീട് പോലും ഇല്ല. അങ്ങനെ ഇരിക്കെ ഇത് ജയശീലന്റെ ചെവിയിൽ എങ്ങനെ എത്തി ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ജയശീലൻ എന്ന് പറയുന്ന നമ്മളെ പ്രിയപ്പെട്ട MLA കാതിൽ ആരോ ഇത് എത്തിച്ചു. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ആ വ്യക്തി ഇപ്പൊ നിങ്ങൾ പറയുന്ന ADK തീവ്രവാദിയാണ്. BJP അലയൻസിൽ മത്സരിക്കുന്ന ജയശീലർക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണ്ട എന്ന് പറയുന്ന ഈ ചെറ്റ പൊട്ടികളോട് നോക്കി ഞാൻ ഒരൊറ്റ ചോദ്യം, ആ മനുഷ്യൻ ചെയ്ത കാര്യം എന്താണെന്നറിയോ? ആ പള്ളിക്ക് ചുറ്റും പൈസ ചെലവാക്കി കമ്പി വലിച്ച് ഫെൻസിനിട്ട് അതിന് വേണ്ട എർത്ത് മെഷീൻ, ഇൻവെർട്ടർ, ബാറ്ററി ഉൾപ്പെടെ ചെയ്തു കൊടുത്ത ഒരേ ഒരു വ്യക്തിയാണ് ആ ജയശീലൻ. അതുകൊണ്ടാണ് ഈ മുസ്ലിമായ ഈ മുഹമ്മദ് ഷാജി വന്നിട്ട് ADMK ഇരട്ട ചിഹ്നത്തിൽ വോട്ട് ചോദിക്കുന്നത്. അതല്ലാണ്ട് നിങ്ങളെ പോലെ മുസ്ലിം യുവതിക്ക് വേണ്ടി ഒരു കർശന നടക്കുമ്പോ ഗ്ലാസും കയറ്റി AC വണ്ടിയിൽ പോയ എന്നെക്ക് വേണ്ടിയിട്ട് ഒരു മുസ്ലിമും ശ്രദ്ധിക്കില്ല. കാരണം ഇത് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ എന്റെ സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ ഈ വിഷയം തിരിച്ചറിയും. എന്നെ ആട്ടി ഓടിക്കുന്ന ദിവസം 23-ാം തീയതി വരാനിരിക്കുകയാണ്. മക്കളെ റെഡി ആയിക്കോളി. കാരണം എന്താണെന്നറിയോ? അവനക്ക് വേണ്ടിയുള്ള കളം നമ്മൾ ഒരുക്കി കബഡി നിർത്തി കഴിഞ്ഞു. ഇനി ഒരു ഹോമം മാത്രമേ നടത്താനുള്ളൂ. അത് ജനങ്ങൾ 23-ാം തീയതി നടത്തും. 4-ാം തീയതി ജയശീലൻ തീർച്ചയായിട്ടും ചുരുങ്ങിയത് 10,000 വോട്ട് വ്യത്യാസത്തിൽ ഈ നാട്ടിൽ നിന്ന് ജയിച്ചിട്ട് നിയമസഭയിലേക്ക് പോകുമെന്ന് ഞാൻ ഉറക്കെ പറയാം. കാരണം ആ വിശ്വാസം എനിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ ഈ നാടിന് വേണ്ടി അത്രത്തോളം ചെയ്തിട്ടുണ്ട്. ഓരോ വിഷയം ഈ നാടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്. നിങ്ങളെ മുന്നിൽ ഒന്നും ചെയ്യാണ്ട് വോട്ട് ചോദിക്കില്ല. അപ്പൊ ഈ BJP അലയൻസിൽ തീവ്രവാദികളാണ് എന്ന് പറയുന്ന ആൾക്കാരോട് നിങ്ങൾ വരുമ്പോ ഈ ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. ഈ ഒരു 3 ചോദ്യങ്ങൾ മനസ്സിലാവുണ്ടോ? പള്ളി സംരക്ഷിക്കാനിറങ്ങിയ ദ്രാവിഡമണിക്കും മുസ്ലിം ലീഗിനൊക്കെ ഈ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഏകദേശം ഇപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്താലും വരില്ല എന്നുള്ളത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വർക്കിനാകെ 3-4 ആൾക്കാരാണ് DMK 25 കൊടി പിടിച്ചു പോകുന്നത്. അറിയിക്കണം, കൂട്ടണിയിൽ 25 കൊടിയാ അവരത്. കാരണം പിടിക്കാൻ ആൾക്കാർക്ക് 10 വിരലിൽ കിട്ടിയാലും മക്കളില്ല. 10 വിരലിൽ ഓരോ കൊടി കിട്ടിയാൽ 4-5 ആൾക്കാർ പിടിക്കാൻ ആളുകളുണ്ട്. 25 കൊടി പിടിക്കണ്ടേ?
അപ്പൊ ഈ പിടിച്ചു വരുമ്പോ ഈ 4 ആൾക്കാർ, അപ്പൊ നമ്മളെ നാട്ടിലെ പിന്നെ അബ്ദുള്ളക്കാർക്ക് ചോദിച്ചു ഈ 4 ആൾക്കാരായിട്ട് പോയിട്ട് നമുക്ക് വലിയ മാനക്കേട്ടോ. അപ്പൊ പറഞ്ഞിട്ടുണ്ടോ, നമ്മളെ നാട്ടിൽ പണ്ടൊരു മോലേരുണ്ടായിരുന്നു, 5 നേരം നിസ്കരിക്കുമ്പോൾ മൂപ്പര് ഓതുന്ന സൂറത്ത് ഇന്ന ആയത്തുകൾ അവസാനം. അത് ഖുറാനിൽ ഏറ്റവും ചെറിയ ഒരു ആയത്താണ്. അതിന്റെ ചെറിയ ആയത്ത് കാരണം ഖുറാനിലില്ല. അപ്പൊ മൂപ്പര് 5 വക്കത്തിലും ഈ ആയത്ത് ഇങ്ങനെ ഓതും. അത് കഴിഞ്ഞപ്പോ ഈ കമ്മിറ്റിക്കാരൊക്കെ കൂടി, ഞങ്ങളുടെ നാട്ടിൽ കമ്മിറ്റിക്കാരൊക്കെ കൂടി ചോദിച്ചു, അല്ല സ്ഥാപനങ്ങൾ എന്താണ് ഇപ്പൊ ഈ 5 വക്കത്തിലും ഈ സൂറത്തിന്റെ ഓതുന്നത്? മൂപ്പര് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഇങ്ങനെ കേൾക്കുന്ന 3000 ഞാൻ ആഴ്ചകൾ ഓടാണ്. കാരണം ഏറ്റവും വലിയ സൂറത്താ ഈ 3000 ഞാൻ ആയത് ഓടാന്ന് പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ഈ DMK-ക്കാര് പറഞ്ഞെന്താണെന്നറിയോ, ഓല് തരുന്ന ഈ 300, 200, 5 ആൾ കിട്ടുന്ന വലിയ കാര്യമാണ്. ഓ എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെയ്തിരിക്കുന്നത്? സത്യമാണ്. ഞങ്ങളുടെ നാട്ടിൽ ദ്രാവിഡമണി MLA ആയിട്ട് ഇരിക്കുമ്പോൾ നടന്നൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. നമ്മുടെ നാട്ടിൽ കൂടെ റോട്ടിൽ കൂടെ ഇങ്ങനെ വരുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, റോഡ് സൈഡിൽ കടപ്പിക്കുന്നത് ഒരു ചെറിയൊരു പെട്ടിക്കട. ഇയാൾ ദ്രാവിഡമണി ജയിച്ചതിന്റെ ശേഷം ആദ്യമായിട്ട് ഓവാലി പഞ്ചായത്തിൽ വരിക. മൂപ്പിന് സന്തോഷമായിട്ട് കട ഇങ്ങനെ റോഡ് ഇങ്ങനെ കടലിന് മുറ്റത്ത് കൂടെയാ, കല്ലിനുള്ള റോഡ്. ഇതെന്തെങ്കിലും ലെറ്റർ കൊടുത്താൽ പഹി ഇട്ടുവരുമല്ലോ എന്ന് വിശ്വാസത്തോട് കൂടിയിട്ട് ലെറ്റർ കൊടുത്തു. ദ്രാവിഡമണിയുടെ വണ്ടി തടുത്ത് നിർത്തിയിട്ട് ദ്രാവിഡമണി ആ ലെറ്റർ ഇങ്ങനെ നോക്കിയിട്ട് എന്ത് കൊടുക്കാം, പാകിസ്ഥാനക്ക് പോയാൽ എന്ത് കുറിപ്പാണ്. ഓവാലി പഞ്ചായത്തിൽ ഗൂഡല്ലൂർ നിയമസഭയിൽ ഓവാലി പഞ്ചായത്തിൽ പെട്ട ഒരു നാട് പോലും തിരിച്ചറിയാത്ത ഒരു MLA ഞങ്ങൾ 10 വർഷം മുന്നേ ജയിപ്പിച്ചു വിട്ടു. അറിയിക്കണമെങ്കിൽ എപ്പോഴാ ചന്ദ്രക്കാർ 8 മുദ്രകൾ അങ്ങനെ വാങ്ങി നടന്ന സംഭവം കഴിയുന്ന ലെറ്റർ തിരിച്ചു വാങ്ങിയിട്ട് 30 തിരിച്ചെടുക്കിയിട്ട് അവിടെ എത്തി. ഒപ്പല്ല ആൾക്കാരൊക്കെ ചോദിച്ചു, നമ്മൾ അന്നത്തെ രാജ്യത്ത് നിന്നൊക്കെയാണ് എന്റെ ഒന്നിയ ചെലവരോടെ ഈ ചിന്നവർ എന്ന് പറയുന്ന വ്യക്തികളൊക്കെ പറഞ്ഞു ഈ പയ്യന്റെ കടയിൽ പോയി കഴിഞ്ഞാൽ ചുണ്ണാമ്പ് പാലം ആ പിന്നെ ഇതാണ് നമ്മുടെ ദ്രാവിഡമണിയുടെ കോലം. നിങ്ങളുടെ നാട്ടിലെ കേട്ടോ, നിങ്ങളുടെ നാട്ടിലേക്ക് ഈ റോഡ് ഇട്ട് നിൽക്കുന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ ബസ് സ്റ്റാൻഡിൽ കിട്ടിയത് ദ്രാവിഡമണിയൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്റെ വാക്കുകൾ നിങ്ങളെ ഓരോ വോട്ടുകളും ഈ വർഗീയത പറഞ്ഞ് പകർത്തുന്ന ഇവര് വരുമ്പോ അതിന്റെ മറുപടി ധൈര്യത്തിൽ കൊടുത്തോളി. ഈ നാട്ടിലെ മുസ്ലിങ്ങളൊന്നും എവിടെ പോവില്ല. കുറച്ചു മുന്നേ SIR വന്ന് പറഞ്ഞു പഠിച്ചറപ്പേ നമ്മളൊക്കെ പാകിസ്ഥാനിക്ക് പറഞ്ഞേക്കുന്നത്. ആരാണ് ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയി? SIR വന്നു, നമ്മൾ വോട്ട് ലിസ്റ്റ് പുറത്തിറങ്ങി. ജീവത്തോടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഇന്നും തമിഴ്നാട്ടിൽ സേഫാണ്, കേരളത്തിൽ സേഫാണ്, ഗുജറാത്തിൽ സേഫാണ്, കർണാടകയിലും സേഫാണ്. ഒരാള് പാകിസ്ഥാനത്തേക്ക് പറഞ്ഞിരുന്നു ആരെങ്കിലും വായിച്ചിരുന്നോ? ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പേപ്പർ ടിവിയിൽ വന്നിരുന്നോ? മുസ്ലിങ്ങളെ SIR വന്നപ്പോൾ പാകിസ്ഥാനിക്ക് പറഞ്ഞു, ബംഗാളിക്ക് പറഞ്ഞു, ഒരാളെ പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിങ്ങൾക്കും അങ്ങനെ പേടിയുമില്ല. ഞങ്ങൾ അങ്ങനെ പേടിക്കുന്ന ആൾക്കാരുമല്ല. എന്താണെന്നറിയാം, എന്റെ മതം പഠിപ്പിച്ചത്, ഞാനൊരു മുസൽമാനാണ്, ഇസ്ലാം മത വിശ്വാസിയാണ്. എന്റെ മതം പഠിപ്പിച്ചത് നിനക്കെതിരെ അഥവാ ഞാൻ വിശ്വസിക്കുന്ന മക്ക മദീന നിൽക്കുന്ന ആ രാജ്യം എന്റെ രാജ്യത്തിനെതിരെ പോര് തൊടുത്താൽ അഥവാ യുദ്ധം പ്രഖ്യാപിച്ചാൽ ആ മക്കയ്ക്കെതിരെയും മദീനക്കെതിരെയും നീ വാളെടുക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം മത വിശ്വാസിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയപ്പെട്ട ജയശീലനിക്ക് ഇരട്ടല ചിഹ്നത്തിൽ വോട്ട് ചോദിക്കുന്നത് അതിന് അർഹതപ്പെട്ട വ്യക്തിയാ. ഓരോ മുസ്ലിമും വോട്ട് ചെയ്യേണ്ട വ്യക്തി തന്നെയാണ് ജയശീലൻ. ഒരു മതത്തിന്റെ അയാൾക്ക് ചൊയല്ലോ, ഒരു രാഷ്ട്രീയം അയാൾ നോക്കിയിട്ടില്ല, ഒരു കൊടി നോക്കിയിട്ടില്ല. എന്ന് അയാൾ നിയമസഭയിലേക്ക് കയറിയോ ഈ 5 വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിന്റെ മണ്ണിന് വേണ്ടി, ഓരോ വിഷയത്തിനും വേണ്ടി ശബ്ദം കൊടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും മുന്നിൽ കോളർ ഉയർത്തി പിടിച്ചെന്നെ ചോദിക്കും, മുഹമ്മദ് ഷാജി എന്ന പേരിൽ തന്നെ ചോദിക്കും, ഇരട്ട ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ. ഞങ്ങളുടെ മഹിള പ്രസിഡന്റ് ഉണ്ട്, മൂപ്പര് മുസ്ലിം ജമാഅത്തിന്റെ കാര്യപ്പെട്ട നേതാവാ. ഇവിടെ ഈ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ SDPക്കാരോ ആയിരിക്കല്ലോ 5 വക്കത്തിൽ മുടങ്ങാണ്ട് നിസ്കരിക്കുന്ന സുബൈ നിസ്കാരം ജമാഅത്ത് ഞങ്ങളുടെ നാട്ടിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വേണം. അങ്ങനത്തെ ഒരു യഥാർത്ഥ മുസ്ലിം, പച്ചയായ മുസ്ലിമാ. ആ മനുഷ്യൻ പറഞ്ഞത് എന്നോട് ഇത്തിരി വിമർശങ്ങൾ പറഞ്ഞപ്പോ, നീ ധൈര്യത്തിൽ വോട്ട് ചോദിക്കും, നീ ധൈര്യത്തിൽ വർക്ക് ചെയ്യേ. ഈ നാടിനാവശ്യമായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിങ്ങൾ നിർത്തിയിട്ടുള്ളത്. 5 വർഷക്കാലം ഈ നാടിൽ അധ്വാനിച്ചിട്ടുണ്ട്. നീ ധൈര്യത്തിൽ വോട്ട് ചെയ്യുമോ? അങ്ങനെ പറയുന്നവർക്ക് മറുപടി പറയാൻ ഞങ്ങൾ ഉണ്ടടാ നിന്റെ കൂടെ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ ഇന്നും ഈ നാട്ടിൽ ജീവത്തോടെ. അതല്ലാണ്ട് മുസ്ലിം ലീഗുകാരോ കോൺഗ്രസുകാരോ ഇതിന് എതിരാക്കണ്ട. നിങ്ങൾ മുസ്ലിങ്ങൾക്ക് പടിയളക്കാൻ നിങ്ങൾ വേണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോ വോട്ടുകളും ഇരട്ട ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ശ്രീമാൻ പൊൻ ജയശീലനെ ചരിത്ര ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.